വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 22-ാം തിരുവചനം. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗൊഥായിൽ അവർ അവനെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഈശോയില സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കുരിശു ചുമന്ന് ശരീരം മുഴുവൻ മുറിവേറ്റ തളർന്ന യേശുവിനെ ഗോൽഗൊഥായിലേക്ക് കൊണ്ടുവരികയാണ്. തലേ ദിവസം രാത്രി മുഴുവൻ തുടങ്ങിയ പീഡനവും നിന്ദനവും പരിഹാസവും സഹിച്ച കർത്താവ് ഗോൽഗൊഥായിലെത്തിയപ്പോൾ അവർ മീറ കലർത്തിയ വീഞ്ഞ യേശുവിന് കുടിക്കാൻ കൊടുത്തു. അത് ശരീരത്തിൽ അനുഭവിക്കാനിരിക്കുന്ന വേദനകളുടെ കാഠിന്യം കുറക്കാനായിരുന്നു. അവിടുന്ന് അത് സ്വീകരിച്ചില്ല. ഹല്ലേലൂയാം. അവിടത്തെ തിരുവസ്ത്രങ്ങള് ഉരിഞ്ഞെടുത്ത ശരീരത്തിലെ മുറിവുകളില് രക്തത്തോടൊപ്പം ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞു മാറ്റുകയാണ്. രക്തത്താൽ ഒട്ടിപ്പിടിച്ച വസ്ത്രം ഉരിഞ്ഞു മാറ്റുമ്പോൾ ദുസ്സഹമായ വേദന അനുഭവപ്പെടുന്ന മിശിഹ ഉരിഞ്ഞെടുത്ത വസ്ത്രങ്ങൾ അവർ 4 പങ്കിട്ടെടുക്കുന്നു. ഈശോ ധരിച്ച മേലങ്കി അത് തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതിനാൽ അതാർക്ക് ലഭിക്കണമെന്ന് അവർ ചിട്ടിയിട്ടി തീരുമാനിക്കാമെന്ന് അവർ പറഞ്ഞു. സങ്കീർത്തനം 22-ാം അധ്യായത്തിന്റെ 17-18 പറയുന്നു, എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. അവർ എന്നെ തുറിച്ചു നോക്കുന്നു, അവർ എന്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എന്റെ അങ്കിക്കായി നിറക്കിടുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ശരീരം കുരിശിലേക്ക് കിടത്തുകയാണ്. പടയാളികൾ കാരിരുമ്പിന്റെ കരുത്തുള്ളവര് കർത്താവിന്റെ കരങ്ങൾ ആണിപ്പഴുതിലേക്ക് വലിച്ചടിപ്പിക്കുന്നു. ഈശോ വേദനയാൽ പൊളയുമ്പോഴും തന്റെ പിതാവ് തനിക്കായി നൽകിയ പാനപാത്രം താൻ കുടിക്കേണ്ടതല്ലയോ എന്ന് ചിന്തിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 53-ാം അധ്യായത്തിന്റെ 12 പറയുന്നുണ്ട്, മഹാന്മാരോടൊപ്പം ഞാൻ അവൻ അവകാശം കൊടുക്കും, ശക്തരോടുകൂടെ അവൻ കൊള്ളമതിൽ പങ്കിടും. എന്തെന്നാൽ അവൻ തന്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. ഹല്ലേലൂയ. ഈശോയില സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവം നമ്മോട് കാണിച്ച കരുണ, സ്നേഹം, അതാണ് കുരിശിലെ ഈശോ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം തിരുവചനം പറയുന്നുണ്ട്, എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, സഹോദരങ്ങളെ, ദൈവം നമ്മോട് കാണിച്ച കരുണ, നമ്മോട് കാണിച്ച സ്നേഹം നമുക്കും പങ്കുവെക്കുന്നവരാകാം. ഈ ഒരു നോമ്പുകാലം നമുക്കതിനായി ഉപയോഗിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.